ഹായ് ഓൾ. നമ്മളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആനക്കാമ്പുഴയിലേക്കാണ് കേട്ടോ. അവിടെയുള്ള റിസോർട്ടായിട്ടുള്ള വാട്ടർ വൈബ്സ് എന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നല്ല മഞ്ഞ് മൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ദിവസമോ അതുപോലെ മാസമോ ഒന്നും നോക്കാതെ ദിവസവും പെയ്യുന്ന മഴയും അതുപോലെ തന്നെ മഞ്ഞും ഉള്ളൊരു സ്ഥലമാണ് നമ്മളുടെ ആനക്കാമ്പുഴയിൽ എന്ന് പറയുന്ന ഈ സ്ഥലം. അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആട്ടോ നമ്മുടെ ആനക്കാമ്പുഴയിലെ ഈ വാട്ടർ വൈബ്സ് എന്ന റിസോർട്ട്. ഒത്തിരി മനോഹരമായ നാച്ചുറലിൻ്റെ കാഴ്ചയും അതുപോലെ എപ്പോഴും പെയ്യുന്ന മഞ്ഞും അതുപോലെ മഴയും അതൊരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് നൽകിയിരുന്നത്. നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് പാട്ടൊക്കെ ആസ്വദിക്കാനും പാടാനൊക്കെ പറ്റിയിട്ടുള്ള ഏരിയകൾ അതുപോലെ തന്നെ റൂംസുകൾ എല്ലാം നമുക്കവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളവിടെ പോയിട്ട് ഒരു ഡേ താമസിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അവിടെ റൂംസും ഉണ്ട്, അതുപോലെ ഡബിൾ ഡെക്കായിട്ട് വരുന്ന ബെഡുകളൊക്കെ അവൈലബിൾ ആണ് ആ ഒരു റിസോർട്ടിൻ്റെ അകത്ത്. അതുപോലെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ ഒത്തിരി ആക്ടിവിറ്റീസുകളും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. റിസോർട്ടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു അരുവിയും ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പൂൾ തന്നെ ആയിരുന്നു കേട്ടോ. പൂളിലായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ തന്നെ കുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടായിട്ടുള്ളൊരു കിച്ചൺ അവിടെ ഉണ്ട്. ഞങ്ങളുടെ രാത്രിയൊക്കെയുള്ള ഭക്ഷണം അവിടെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മഴയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ ടർഫിലേക്ക് ഇറങ്ങി അവിടെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കളിച്ചിരുന്നു. അതുപോലെ രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുള്ള മലകളായിരുന്നു മെയിനായിട്ട്. മലയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ രാവിലത്തെ കാഴ്ചക്ക്. പിന്നെ നമ്മൾ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒഴുകുന്ന അരുവി കാണാനാണ് പോയത്. അത് അതിമനോഹരമായൊരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ. കാലങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടി ഉണ്ടായ ഒരു അരുവിയാണത്. അതുകൊണ്ട് തന്നെ ആ അരുവി നിൽക്കുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് വലിയ പാറകളും ചെറിയ പാറകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു അരുവിയാണത്. പിന്നെ നമ്മൾ ഒത്തിരി ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ മഞ്ഞ് നന്നായിട്ട് മൂടിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു ആ സമയത്ത്. അവിടെ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് എന്തോ ആർക്കും തിരിച്ചു പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തോ പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ഡേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു മഞ്ഞ് മൂടലും ഒക്കെ ആയിട്ടായിരിക്കാം അതുകൊണ്ട് തിരിച്ചു പോരാൻ തോന്നാതിരിക്കാൻ കാരണം. നമ്മളിവിടെ നിന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂളും അതുപോലെ തന്നെ മറ്റേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്.